പ്രൈസ് ലോർഡ്. ഈ സഭയുടെ ആരാധനയിൽ കടന്നു വന്ന് എനിക്ക് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I praise the Lord for this opportunity to come in your midst and attend the service to glorify the Lord today along with you. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ വന്ദനം. I greet each one of you, those who are gathered here in the name of the Lord. അനുഗ്രഹീതനായ നിങ്ങളുടെ പാസ്റ്റർ മാത്യു ജോർജ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ എന്നോട് കൂടെ കടന്നു വന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ തോമസ് ജോർജ്, കർത്താവിൽ ദാസി സാലി സിസ്റ്റർ, അവർക്കെല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ പ്രാരംഭമായി ഓർക്കുന്നു. I give my regards to Pastor Thomas George and family and the pastor who ministers over here along with his family. ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം ചിന്തിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നത്, ധന്യനായ പൗലോസ്ലീഹ റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. Today for the meditation I would like to turn your attention to Romans chapter 5, which was written by Saint Paul, the verse 8 of chapter 5. കർത്താവ് നമ്മെ എല്ലാവരെയും വചന ധ്യാനത്തിലൂടെയും കേൾവിയിലൂടെയും അനുഗ്രഹിക്കട്ടെ. കോട്ടയത്തുള്ള ഞങ്ങളുടെ പ്രിയ ബ്രദർ ബിജു തോമസിനെ ഓർത്തും കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. May the Lord bless each one of you with the word, the listening of the word of God, and I greet Brother Biju Thomas, who is from Kottayam, and his family. ഈ രാജ്യത്ത് ലഭിച്ച ആരാധനയുടെ സന്തോഷം ഈ സമയം നിങ്ങൾക്കൊരുമിച്ച് ഈ സഭയായി കൂടി വരുവാൻ കർത്താവ് അവസരം തരുമ്പോൾ, ഇന്ന് ഈ ആരാധന മധ്യേ സർവശക്തന്റെ സാന്നിധ്യമുള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. When you are enjoying the presence of the Lord in this place in worship, I praise the Lord for the wonderful, awesome presence of the Lord throughout the worship. നാം ആരാധിക്കുന്നത് ഒരു സമൂഹത്തെയോ ആരാധിക്കുന്നത് ഒരു വ്യക്തിയെയോ അല്ല, നാം ആരാധിക്കുന്നത് നമ്മുടെ സർവശക്തനായ ദൈവത്തെയാണ്. We are not worshiping any person or any kind of community, but we are truly worshiping the awesome God, the wonderful creator of everything. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? Why we need to worship the Lord? അതാണ് നാം വായിച്ച വേദഭാഗത്തിന്റെ അർത്ഥം. That's what the verse which we see over here, the meaning of the verse. നാം ആരാധിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. നാം ആരാധിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെയാണ്. We are sure that we worship the Lord Jesus Christ, our Savior. നാം വായിച്ച ഭാഗം ഇങ്ങനെയാണ്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. But God demonstrates His own love towards us in that while we were still sinners, Christ died for us. വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. The word of God explains that there is no difference. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുന്നു. Everyone lost the glory of the Lord and they departed from God. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾ അത്ര വലിയ പാപം ചെയ്തിട്ടുള്ളവർ അല്ലല്ലോ എന്ന്. Those who may listen to me may think that I have not done that much sin in my life. നമ്മുടെ പ്രവൃത്തിയിൽ വന്ന ചില പ്രവൃത്തികളെ അല്ല പാപമായി കാണുന്നത്. But it's not certain doings of our life considered as sins. തന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയതാണ് യഥാർത്ഥ പാപം. The first creation, the first man who derailed from God's ways, that's the first and the foremost sin. പാപം എന്ന വാക്കിന്റെ അർത്ഥം, അത് മൂലപദത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ഹമാട്ടിയ എന്ന വാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. When we are going to find the root word for sin, it is hamartia. ആ വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. It's actually losing the aim, or rather derailing from the aim. ഒരു മനുഷ്യൻ തന്റെ വില്ലിൽ അമ്പ് കുലച്ച് ലക്ഷ്യത്തിലേക്ക് എയ്തു വിടുമ്പോൾ ആ ലക്ഷ്യം പിഴച്ചു കൊള്ളുന്നതിനെയാണ് അത് അർത്ഥമാക്കുന്നത്. When a person sends his arrow to that bull's eye, if he loses that aim, that's what it meant as hamartia. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ആദം
ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിച്ച് താൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ആ ദൈവസാന്നിധ്യം അവനെ നഷ്ടപ്പെടുത്തി കളയാതെ അവനെ സ്നേഹിച്ച് തിരികെ കൊണ്ടുവരുവാൻ അവൻ ഒരുക്കിയ പദ്ധതിയാണ് തിരുവചനം പഠിപ്പിക്കുന്ന രക്ഷ എന്നുള്ളത്. Adam, who was God's creation, who was into God's purpose, derailed from that, and his restoration, or rather the restoration of the mankind, that's what the word of God teaching us as salvation. നമുക്കറിയാം, ദൂതന്മാരിൽ പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, നിഗളം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ആ ദൂതനെ ഒന്നും ആദരിക്കാതെ തിരസ്കരിച്ച് കളഞ്ഞ ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തിരസ്കരിച്ച് കളയാതെ അവനെ വീണ്ടെടുക്കുവാൻ കാണിച്ച മഹാസ്നേഹത്തെയാണ് ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുന്നത്. We are proclaiming the Lord's love, which has removed the angels who has committed sin or disobedience to the Lord, whereas when man did commit sin, or rather disobeyed, God had a plan to restore him. ആദ്യ മനുഷ്യന്റെ ലംഘനത്താൽ സകല മനുഷ്യരിലേക്കും പാപം പരന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. The Holy Scriptures teaches us like this, that through the first person sin has spread into this world. ആ പാപത്തിന് പരിഹാരമായി ദൈവം നൽകിയ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ അവന് തിരികെ ദൈവത്തിങ്കലേക്ക് വരുവാൻ കഴിയാതെ അവൻ ബലഹീനനായി തീർന്ന സമയം, for the restoration of man, when God gave him the laws, by doing that they couldn't come to the Lord. ഇബ്രായ ലേഖനം 3:14 നാം ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തമുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞ ജനത്തെ അവൻ വിടുവിപ്പാനിടയായി. It is mentioned that for us then as the children are the partakers of flesh and blood, he also himself likewise took part of the same, that through the death the mighty that he might destroy him that the power of death, that is the devil. 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. When we come to Hebrews chapter 3, we can see that it's not to protect the angels, but the children of Abraham to have the restoration. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ദൂതൻ പാപം ചെയ്തപ്പോൾ ആദരിക്കാതെ വിട്ടിട്ട് മനുഷ്യന്റെ പാപത്തെ ആദരിക്കാതെയല്ല, അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർക്കുമ്പോ ഇന്ന് പകൽ അധരം തുറന്ന് കർത്താവിനെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. If the Lord didn't count the angels that worthy, the Lord counted each one of you precious in his sight. That's why we have the access, and how much we have to praise the Lord. പ്രിയമുള്ളവരെ, പാപത്തിന് പരിഹാരത്തിനായി അനേക യാഗങ്ങളും കർമ്മങ്ങളും കൽപ്പിച്ചെങ്കിലും അവയ്ക്കൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ there were a lot of works, or rather rituals to do in way of the restoration for sins, but they couldn't save them. But the Lord has opened another way. ഇബ്രായ ലേഖനം 9:12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന് സ്തോത്രം, ആമേൻ. അതിന്റെ 9-ാം അധ്യായം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കൂടാരത്തിൽ കൂടി കടന്ന് ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. അതിന്റെ മുകളിലത്തെ വാക്യം: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്ന്, ആമേൻ, ആട്ടുകുട്ടന്മാരുടെയോ പശുക്കിടാങ്ങളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്, ആമേൻ, സ്തോത്രം, ആട്ടുകൊറ്റന്റെ രക്തത്താൽ അല്ല നമ്മെ വീണ്ടെടുത്തത്. We see that neither by the blood of goats or calves, but by his own blood he entered in once into the holy place. That Lord Jesus Christ became a sacrifice for us. He became the priest for us, and he saved us. ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊടുത്ത് അല്ലെന്നെ വാങ്ങിയത്,
ആമേൻ പശുക്കിടാങ്ങളുടെ രക്തം കൊടുത്തല്ല വാങ്ങിയത്. നാം ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനം അവൻ സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിയവരാണ് നാം ഇവർ ഇരിക്കുന്നവരെങ്കിൽ ആമേൻ അവനെ ആരാധിപ്പാൻ നാം അതേ കടപ്പെട്ടവരാണ്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഇന്ന് പകൽ കർത്താവിനെ ആദരം തുറന്ന് ആ കരങ്ങളെ അടിച്ചാരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. We are bound to worship the Lord. We are responsible to worship the Lord because we were not purchased by the blood of calves or sheep, but by His own blood. Praise the Lord. Hallelujah. അപ്പോൾ ആരാധനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ദൂതനെ ആദരിക്കാതെ നമ്മെ ആദരിച്ച് സ്വന്തം രക്തം വില കൊടുത്ത് വാങ്ങിയ വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. That's what I was pointing to you, that when we come to the place of worship, we should remember the Lord who denied chances for angels has revered us, loved us and given us opportunity to come here, and that we are precious in His sight. നമുക്ക് സമ്പത്ത് തന്നതുകൊണ്ടോ ഈ യുകെയിൽ കൊണ്ടുവന്നതുകൊണ്ടോ ജോലി തന്നതുകൊണ്ടോ ആമേൻ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കിയത് കൊണ്ടോ അല്ല നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കേണ്ടത്. അവൻ സ്വന്തം രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയിരിക്കൊണ്ട് ഞാൻ അവനെ ആരാധിപ്പാൻ കടപ്പെട്ടവനാണ്. It's not because of the wealth which you have or the riches you enjoy or the job which you got or bringing over here in UK, but by the love through His blood has saved us. That's why with that love we have to worship Him. നാം സകലതും നേടിക്കഴിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. We are the people, mostly we receive everything and then we praise the Lord. എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമുക്കൊന്നുമില്ലാതിരിക്കുമ്പോഴാണ്. But Lord loved us when we were nothing, when we were having anything with us. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ നാം പാപികളായിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ To സ്നേഹിച്ചത്. be precise, the Lord loved us yet we were sinners. അതിന്റെ മറ്റൊരർത്ഥം പറഞ്ഞാൽ നാം വിശുദ്ധരായതിനു ശേഷമാണ് കർത്താവിനെ സ്നേഹിച്ചത്. ശേഷമാണ്. We, in another way, we became saints by the blood of Jesus, then only we loved Him. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ്. I would like to clarify that once again, that we were loved by God, Lord, that we were sinners, when we were നമുക്ക് sinners. കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചതിന് ശേഷമാണ്. We could only love Him after He forgave our sins. അപ്പൊ നമ്മൾ എത്രമാത്രം അധികമായി സ്നേഹിക്കണമെന്ന് ഇന്നു പകൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. I exhort you that how much deeply we have to love the Lord. നമ്മുടെ പക്കൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്റെ രക്തം എനിക്ക് വേണ്ടി തന്ന കർത്താവിനെ ജീവൻ കൊടുത്ത് ആരാധിപ്പാൻ നാം കടപ്പെട്ടവരാണ്. We are bound to worship the Lord by who gave His life for us when we were having anything with us or when we were nothing. ആ സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആമേൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ആമേൻ ക്രിസ്തുവത്രേ. By realizing this love, Apostle Paul said like this, now I don't remain anymore, but Lord is remaining in me. കർത്താവ് ആ സ്നേഹം ആമേൻ വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? You know how the Lord has elaborated or shown that love to us? കർത്താവിനെ കുറിച്ച് അതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to reveal those things which is about Jesus Christ in the coming words. നിങ്ങളുടെ ബഹുമാന്യനായ പാസ്റ്റർ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി ആമേൻ അവൻ ഏക സത്യ ദൈവമാണ്. Your pastor told that the Lord Jesus Christ, the one and only God. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകനായ യെശയ്യാവ് താൻ ദർശനത്തിൽ കാണുവാനിടയായി കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കാണുവാനിടയായി. In Isaiah chapter 6 verse 1 we can see that Isaiah saw him, he is sitting in the most high. ആ ദർശനത്തിൽ നോക്കണം, അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ അവൻ കെരൂബുകൾ പറന്നാരാധിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുവാനിടയായത്. In that revelation he saw that he is sitting high and lifted up, angels are worshiping him throughout that time. കർത്താവിന്റെ മഹത്വം കാണുവാൻ പോലും അവൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, അവൻ രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് അവൻ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വത്തെ അവൻ കെരൂബുകൾ വർണ്ണിക്കുന്നത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. The cherubs and the seraphims, they couldn't see the glory of God with their own eyes, so they are covering their eyes and
and worshiping the Lord. ദൈവത്തിന്റെ മുൻപിൽ ആരാധനയിൽ ആമേൻ ആയിരിക്കുന്ന ദൂതന്മാർക്ക് പോലും ആ തേജസ് നോക്കിക്കാണുവാൻ കഴിയാത്ത എത്രയോ ശ്രേഷ്ഠമായ തേജസ്സാണ് എൻ്റെ കർത്താവിന്റെ തേജസ് എന്ന് ഇന്ന് പ്രബോധിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. I'm so glad and proud to present the glory of God, which is not even seen by the angels because they are not worthy, and they are covering themselves by seeing that glory. അത്രമാത്രം തേജസ്സുള്ള കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ അവൻ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം ഇന്ന് പകൽ ഹൃദയത്തിൽ അറിയുന്ന ദൈവമക്കള് ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. Let's worship the Lord completely with a thankful heart, that how great our God is, how glorious He was, yet He came down. Such a wonderful position was left and came down to us. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. I would like to ask a question to നിങ്ങൾ you. ഇരിക്കുന്ന പദവിയിൽ നിന്ന്, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നിങ്ങൾക്കൊരു പാപിയെ സ്നേഹിക്കാൻ, പാപിയായിരിക്കുന്ന ഒരാളോട് അടുത്തു ചെല്ലുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുമോ? Are you willing to step down from your position and to love a person who is actually not reachable to you, who is downtrodden? How are you able to do that? എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്ക്. അവൻ ഉന്നതന്മാർക്കുമീതെ ഉന്നതനും അവർക്കുമീതെ അത്യുന്നതനുമായിരുന്ന സർവശക്തൻ ഈ താണഭൂമിയിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ എൻ്റെ കർത്താവ് കാണിച്ച ആ സ്നേഹത്തിന്റെ ആഴമറിയുമ്പോൾ അവൻ ജീവനുള്ള കാലത്തോളം ഞാൻ അവനെ ആരാധിക്കും. അതാണ് ആരാധനയുടെ സന്തോഷം എന്ന് പറയുന്നത്. Look unto the Lord who was glorious in the Most High along with the Father. How great He was, yet He came down and just dropped Himself to our level and loved us. പ്രിയമുള്ളവരെ, ഒരു മതത്തിന്റെ ദൈവമായിട്ടല്ല നമ്മൾ കർത്താവിനെ കാണേണ്ടത്. Jesus Christ is not revealed as the God of one religion. ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നത് എനിക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു രക്ഷകനെയാണ് ഞാൻ ക്രിസ്തുവിൽ കാണുന്നത്. I see God, I see Lord Jesus Christ as my Savior who just gave Himself for my salvation, my redemption. ശ്രദ്ധിക്കണേ, യെശയ്യാ പ്രവചനത്തിൽ തേജസ്സിന്റെ കർത്താവ് അതേ പുസ്തകത്തിൽ 53 അധ്യായത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഒന്നെടുക്കാമെങ്കിൽ നമുക്കത് വായിക്കാം. കർത്താവിന് സ്തോത്രം. 53 അധ്യായം അതിന്റെ 5 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ chapter 53 verses 5. When we see the Lord who was wrapped in glory in the chapter 6 of the same book Isaiah, when we come to Isaiah 53 verse 5, we can see in a different way. യെശയ്യാ chapter 6 നിങ്ങൾ കണ്ട ക്രിസ്തുവിന്റെ മഹത്വം 53 അധ്യായം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരേ പുസ്തകത്തിന്റെ ചില താളുകൾ മറിക്കുമ്പോൾ തേജസ്സിന്റെ ദൈവം എനിക്ക് വേണ്ടി എങ്ങനെയായി തീർന്നു എന്ന് അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. When you see Isaiah chapter 6, such a wonderful glorious God who was wrapped in glory, when you turn certain pages in chapter 53 verse 5, we can see the difference of the Lord who came down to this world. 6 അധ്യായത്തിലും 53:5 പറയുന്ന കർത്താവിനെ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ സാധിക്കത്തില്ല. We cannot compare or imagine the Lord who was revealed in chapter 6 and chapter 53. 53 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം അവൻ മുറിവേറ്റു. We see that He was wounded for our transgressions. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തേജസ്സിന്റെ കർത്താവ് മുറിവേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അത് ഉള്ളത്തിൽ അറിയുന്നവർ കർത്താവിനെ അതരം തുറന്ന് ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. We are responsible to praise the Lord by opening our mouth. If we know that the Lord, He just gave Himself for our transgressions. ദൈവികമായ ഒരു പ്രസൻസ് ഇന്ന് പകൽ ഞാൻ അനുഭവിച്ചറിയുക. ഹല്ലേലൂയ. Let us experience the presence of the Lord, the awesome Lord who left the glory and came down for us. Hallelujah. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും. He was wounded because of our നമ്മുടെ transgressions. അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നും ഇരിക്കുന്നു. He was bruised for our iniquities. നമ്മുടെ
സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. The ദൈവത്തിന്റെ സ്തോത്രം. chastisement of our peace, for our peace was upon him. നിങ്ങളുടെ പാസ്റ്റർ അല്പം മുൻപ് പറഞ്ഞല്ലോ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. Your pastor told earlier that he is our peace and he has reconciled both the sides. ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ അകന്നു നിന്ന നമ്മെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ തേജസ്സിന്റെ ദൈവം തന്നെ നമുക്ക് വേണ്ടി നമ്മിലൊരുവനെ പോലെ ഇറങ്ങി വരുവാനിടയായി. അവൻ തകർന്നും മുറിവേറ്റും അടിയേറ്റും ശിക്ഷ സ്വയം വഹിച്ച് നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഒരു രക്ഷകനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. The Lord came down to this world. He bore everything we did and he became the punishment for us. The one who loved us, who was, for those people who derailed from him and departed from him. അവൻ നിന്റെ അതേ പാപങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു. അവൻ നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു. അവൻ നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു. ഇന്നു പകൽ നിന്റെ പാപങ്ങളെയും രോഗങ്ങളെയും അകൃത്യങ്ങളെയും അവൻ കാൽവറിയിൽ വഹിച്ച ദൈവമാകയാൽ അവനിലേക്ക് നോക്കിയവർ ഇന്ന് പകൽ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നവർ ആ സന്തോഷത്തോടെ ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. He was bruised for our iniquities, he was bruised for our transgressions, he was bruised for our healing. And the same Lord, let's worship him in truth and spirit from our heart, the depth of our heart. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. We see a cross over here. ഇതൊരു ചെറിയ ക്രോസ് ആണ്. It's a small cross. ഏകദേശം 33 വയസ്സുള്ളൊരു വ്യക്തി, A person who is about 33 years plus, ഏകദേശം ഒരു 60 കിലോ വെയിറ്റ് കാണുമെന്ന് നോക്കുക. approximately about 60 kg you can think 60 about. കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനെ A person who is about 60 plus ഈ kilo, ക്രൂശിൽ തൂക്കാനൊക്കത്തില്ല. he cannot be hung on this cross. എന്നാൽ ഇതിലും വലിയൊരു ക്രൂശിലാണ് യേശുവിനെ ക്രൂശിച്ചത്. Jesus Christ was crucified on a bigger cross than this. ആ ക്രൂശ് That cross, ആരോഗ്യമുള്ളപ്പോഴല്ല പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ചുമക്കുവാൻ തുടങ്ങിയത്. when he started carrying that cross, he was not that healthy. അവന്റെ മുതുക് അടിച്ചു ഉഴവുചാലു പോലെ കീറി. His back was completely stricken. He was totally pierced. അവന്റെ തലയിൽ മുൾമുടി വെച്ച് അടിച്ചുറപ്പിച്ചിട്ട് His head was stamped by that thorn, the crown of thorn. താഞ്ഞടിച്ചിട്ട് He was slapped many times on his സകല cheeks. പീഡനത്തിനും അവനെ വിധേയനാക്കിയ ശേഷം He was unto every sufferings of that kind at that 5 time. കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച ശേഷം He was judged, or rather his trials were done in 5 courts in 7 times. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ജഡ്ജ്മെന്റ് വിധിക്കേണ്ടിയിരുന്ന അതെ പീലാത്തോസ് കൈ കഴുകി ക്രൂശിപ്പാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ They all couldn't find anything, and that Pilate, who was supposed to say that he is innocent, and he has proclaimed that he has to be hung. അർത്ഥപ്രാണനായ യേശുവിന്റെ തോളിലേക്ക് ഏറ്റവും വലിയൊരു ക്രൂശ് വെച്ചിട്ട് കിലോമീറ്ററുകളിൽ അപ്പുറമുള്ള ഗോൽഗോത്തയിലേക്ക് നടത്തുമ്പോ അവൻ പാപിയായിരുന്നത് കൊണ്ടല്ല ക്രൂശ് ചുമന്നത്, അവൻ ദോഷിയായിരുന്നത് കൊണ്ടല്ല ക്രൂശ് ചുമന്നത്. ആ ക്രൂശിന്റെ ഭാരത്തിൽ എന്നെ നിന്നെ കണ്ടതുകൊണ്ട് അവൻ ക്രൂശ് ചുമന്നത്. അതുകൊണ്ടാണ് ഇന്ന് മുതൽ നാം അവനെ ആരാധിക്കുന്നത്. It's not because he was a sinner, it's not because he was a sick person, it's because that he bore everything on him, that he was given the cross to bear when he was very weak. Praise the Lord. Hallelujah. നോക്കുക, വീണും എഴുന്നേറ്റും പോകുന്ന യേശു കർത്താവിന്റെ തോളിലിരിക്കുന്ന ക്രൂശ് ചുമന്നു കൊണ്ടുപോകാൻ ആരോഗ്യമില്ലാതെ വന്നപ്പോ വയലിലെ പണി കഴിഞ്ഞു വരുന്ന കുറേനക്കാരനായ ശീമോനോട് ആ ക്രൂശിന്റെ ഭാരം ചുമക്കാനായിട്ട് നിർബന്ധിക്കുമ്പോ ശ്രദ്ധിക്കുക, ആ ക്രൂശ് ചുമക്കാൻ പോലും ആരോഗ്യമില്ലാതിരുന്ന എൻ്റെ യേശുവിനെ അവൻ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയിലൊന്ന് കണ്ടാൽ മറ്റെന്തിനേക്കാളും ഉപരിയായി അവനെ സ്നേഹിപ്പാൻ, അവനെ ആരാധിപ്പാൻ ഇന്ന് പകൽ നിന്റെ മനസ്സ് വെമ്പൽ കൊള്ളുവാനിടയായി തീരും. You should be longing to worship the Lord who bore the cross, fallen, rose again, fallen, and yet he couldn't do it or manage it. Somebody else was called to support him. Amen. Hallelujah. പരിധി കൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. I would like to conclude very fast because of the time ഗോൽഗോഥ constraint. മലമുകളിൽ തലയോടിടമെന്ന സ്ഥലത്ത്
യേശു ചുമന്നുകൊണ്ടുപോയ ക്രൂശിലേക്ക് യേശുവിൻ്റെ കൈകാലുകൾ സ്തോത്രം കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ ശേഷം ഉള്ളംകൈയിലെ കാണി അടിച്ചുറപ്പിക്കുന്നത് അവൻ പാപിയായതുകൊണ്ടല്ല. പ്രിയരെ, പ്രസംഗിക്കുന്ന ഞാനും കേൾവിക്കാരായ നിങ്ങളും നാം പാപികളായിരുന്നത് കൊണ്ട് ക്രിസ്തുവോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ചിത്രം ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കട്ടെ. We need to have that picture enlightened in our hearts that the Lord Jesus Christ was crucified on the Mount of Golgotha when we were sinners. It's just because of us. It's not because that he did anything wrong. 3 ആണികളിലാണ് യേശുവിനെ ക്രൂശിൽ തറച്ചത് നമുക്കറിയാം. We know that Christ Jesus was pierced with 3 nails. ഒരു ആണി എടുത്ത് ഉള്ളംകൈയിൽ അടിച്ച് ക്രൂശിനോട് ഉറപ്പിക്കുമ്പോൾ, when your hand when a person's hand is used to pierce on the cross, നിന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു അബോധാവസ്ഥയിലല്ല ആ ആണി അടി ഏൽക്കുവാൻ ക്രൂശിലെ മരത്തോട് ചേർത്ത് കൈവച്ചു കൊടുത്തത്. your savior Lord Jesus Christ was not pierced when he was unconscious. നീ പാപത്തിന്റെ ശിക്ഷയായ ഘോരമായ വേദന, നീ അനുഭവിക്കേണ്ട വേദന അവൻ സ്വയം അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ആ നല്ല ബോധത്തിൽ ഉള്ളംകൈയിലെ കാണി അടിച്ചുറപ്പിക്കുന്നവന്റെ മുഖത്തേക്ക് പരിഭവിക്കാതെ നോക്കി സഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർത്താവിനെ ഇന്ന് പകൽ ഹൃദയത്തിനകത്തൊന്ന് കാണാൻ കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതാണ് ദൈവിക സാന്നിധ്യം. Can you see the face of the Lord who was fully conscious when the nails were piercing into his hands? He was bearing all the pain just for each one of you, each one of us, for our sins. Hallelujah. അവന്റെ കാലുകളും കൈകളും ആണികളിൽ ബന്ധിപ്പിച്ചിട്ട് ക്രൂശിൽ ഇങ്ങനെ ഉയർത്തി നിർത്തുമ്പോ 3 ആണികളിൽ ഏകദേശം ഒരു 60 കിലോ ശരീരം തൂങ്ങിക്കിടക്കുമ്പോ അവൻ അനുഭവിച്ച വേദന മുഴുവൻ ഞാനും നീയും പാപത്തിന്റെ ശിക്ഷയായി അനുഭവിക്കേണ്ട വേദന ആയിരുന്നില്ലേ? ആ വേദനയല്ലേ അവൻ വഹിച്ചത്? Amen. Can't you remember that the pain the Lord suffered throughout that crucifixion time, all the pains, especially the 3 nails that the body was being hung, that pain was for our sins. We were supposed to bear as the reward for our sins. ഇന്ന് പകലൊന്ന് കാണുമ്പോ നമ്മുടെ ഉള്ളം പടയാതിരിക്കുമോ പ്രിയമുള്ളവരെ? Hallelujah. എനിക്കും നിനക്കും ഒരുക്കിയ രക്ഷ എത്ര വലിയതാണെന്ന് അറിയുമ്പോ അടങ്ങിയിരിപ്പാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കും. We will praise the Lord with whole heart if we realize how great was his love, how great the sufferings he has undergone just for you and me, just for our sins. Hallelujah. Amen. Amen. ക്രൂശിൽ 3 ആണികളിൽ തൂങ്ങി അവസാന തുള്ളി രക്തവും എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്ന ഒരേ ഒരാളെ എൻ്റെ ജീവിതത്തിലുള്ളൂ, അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. In my entire life there is only one person who poured out his last drop of blood even for our salvation. That is the Lord Jesus Christ the Nazarene. അവൻ എൻ്റെ രക്ഷകനാണ്. He is my savior. അവൻ എൻ്റെ കർത്താവാണ്. He is my Lord. അവൻ എൻ്റെ രാജാവാണ്. He is my king. അവൻ എൻ്റെ ദൈവാധി ദൈവമാണ്. He is my God of അവൻ എൻ്റെ gods. സർവസ്വവുമാണ്. He is my അവനെ everything. ആരാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. I am glad to ഇന്ന് rejoice സന്തോഷം in him അനുഭവിക്കുന്നവർ and worship കരങ്ങളെ him. ഉയർത്തി Let's raise our ആത്മാവിൽ hands ദൈവത്തിന് സ്തോത്രം and ചെയ്താട്ടെ. praise our Lord. Hallelujah. Amen. Hallelujah. ആ സന്തോഷം അറിയുന്നവരാണ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്. That people who realize that joy in your heart is worshiping the Lord. ഓക്കെ, അങ്ങനെ ദൈവസ്നേഹം നമ്മൾ അറിയാനിടയായി. എന്നാൽ നാം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം? Likewise, we could come to know the love of God, and now how we can know the Lord. നാം ദൈവത്തെ ആരാധിച്ചു പോയാ മതിയോ, അതോ ദൈവത്തെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണോ? Is it enough to worship the Lord in songs and leave, or are we responsible to love the ഒരു Lord? സഭായോഗത്തിന് കൂടുവാനോ, ഒരു ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യാനോ,
ഒരു പ്രസംഗം കേൾക്കാനോ വേണ്ടിയാണോ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? Is it for just allowing you to attend a Sunday service or a Bible study or any worship? Is that the purpose of the Lord came down and died for you? എനിക്കും നിങ്ങൾക്കും ആ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാൻ എങ്ങനെ കഴിയും? How we can love the Lord in return of his love? Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് സ്തോത്രം. Let's praise the Lord. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രാപിക്കാൻ കഴിയാത്ത കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ തയ്യാറായതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. I always try to say this, the biggest blessing in my life is that the one which I cannot imagine, that the great presence of the Lord is there, is dwelling inside me. സലോമോൻ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവമേ നീ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങുന്നില്ല, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവമാണ്. എന്ന് വെച്ചാൽ അത്ര വലിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Solomon proclaims that, Lord, you are not able to be contained even in the heavens of heavens. ആ ദൈവം ചുരുങ്ങി ഇറങ്ങി എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ തയ്യാറായതിലും വലിയൊരു അനുഗ്രഹം ഈ ഭൂമിയിൽ പാർക്കുന്ന എനിക്കോ കിട്ടാനുണ്ടോ? What more blessing we should receive, that great God came down to this world as a small person, and more than that, he is dwelling inside us. തത്തുല്യമാകുമോ ഒരു രാജ്യത്തിന്റെ പൗരത്വം? Do you consider any citizenship of the highest country in this world is more than that? ആമേൻ. ഭൗതികമായ നിന്റെ സുരക്ഷിതത്വം, Is there anything equals that your financial security or your security? തത്തുല്യമാകുമോ നിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? Is there anything equals that your qualification, is it sufficient? അതിന് തത്തുല്യമായി ഒന്നും വരികയില്ല. ഉന്നതനായ ദൈവം എന്നിൽ വസിക്കുന്നെങ്കിൽ അതിനോളം പറയുവാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് അറിയുന്നവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. There is no privilege more than that. The Lord dwells in you and you are allowed to praise him and in his glory. ഞാൻ ഒരാളെ മാത്രം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി വേഗത്തിലിരിക്കാം. I would like to introduce one person and I would like to conclude fast. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ When you turn to the gospel according to John chapter 12, മറിയ എന്ന അനുഗ്രഹീതയായ സഹോദരി, we see a wonderful lady of Lord, Mary. അവളുടെ സഹോദരനായിരിക്കുന്ന ലാസറിന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം, After the resurrection of her brother Lazarus, after his death and resurrection, അവളുടെ വീട്ടിലേക്ക് വന്ന യേശു പന്തിയിലിരിക്കുമ്പോൾ, when Lord is dining along with Lazarus in his house, or rather her house too, അവൾ വീട്ടിനകത്ത് പോയി അവിടെ ഇരുന്ന ഒരു ഭരണിയിൽ സൂക്ഷിച്ച സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത്, she just went inside her home and took that spikenard, that special perfume which is about a pound, അവന്റെ കാലിൽ പൂശിയിട്ട് അവളുടെ തലമുടി കൊണ്ട് യേശുവിന്റെ കാല് തുടയ്ക്കാനിടയായി. it was poured on his feet and wiped with her own hair. ഈ ഭാഗം പലപ്പോഴും നിങ്ങൾ വായിച്ചും ചിന്തിച്ചും പോയിട്ടുള്ളവരായിരിക്കും. എന്നാൽ എനിക്ക് നിങ്ങളോട് കർത്താവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. You might have read this passage many times and meditated, but I would like to point something, how to love the Lord from this part. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ലാസറിന്റെയും മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ യേശു പല പ്രാവശ്യം വന്നിട്ടുണ്ട്. You see, the Lord Jesus Christ has visited their house many times. ആമേൻ. വന്ന സമയമൊക്കെ മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം കേട്ടിട്ടുണ്ട്. Each time Mary has sat at the feet of Jesus and listened to the word. അന്നൊന്നും ഈ വെങ്കൽ ഭരണിയിലെ എണ്ണയെ കുറിച്ച് അവൾ ചിന്തിച്ചിട്ടേ ഇല്ല. None of that moments she thought about this അപ്പോൾ spikenard. യേശുവിനേക്കാൾ അധികമായി അവളുടെ ഭരണിയിൽ
സൂക്ഷിച്ച എണ്ണ അവൾക്ക് വിലപ്പെട്ടതായിരുന്നു. Till that time, this spikenard perfume was more precious than Jesus. അവളുടെ സഹോദരൻ സുഖമില്ലാതെ കിടന്നിട്ടും ഈ എണ്ണയിൽ അവൾ നോക്കിയില്ല, തൊട്ടില്ല. She never looked into the spikenard perfume when her brother was sick. ഒരു റാത്തൽ വിറ്റാൽ 300 വെള്ളിക്കാശ് കിട്ടുന്ന ആ എണ്ണയുടെ വില നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. It is very precious, and if you sell this 1 pound, it is a very costly perfume. എന്നാൽ അവളുടെ സഹോദരന്റെ സൗഖ്യമില്ലായ്മയിൽ ഇവൾ ഈ എണ്ണ വിൽക്കുവാനോ അത് കൊടുത്ത് സഹോദരനെ ചികിത്സിക്കുവാനുള്ള മനോഭാവം അവൾക്കുണ്ടായിരുന്നില്ല. She didn't even think about getting 300 silver after selling this perfume when her brother was sick. എന്നാൽ ലാസർ മരിച്ച ശേഷം അവന്റെ ഡെഡ് ബോഡി അടക്കുന്ന സമയത്തും ഈ സ്വച്ഛജടമാംസി തൈലത്തിൽ അവൾ തൊട്ടതേയില്ല. When Lazarus was buried, at that time also she didn't even touch or look ഇനി into the നിങ്ങളൊന്ന് ചിന്തിച്ചു spikenard. നോക്കിയേ, അവൾക്ക് ഏറ്റവും വിലപ്പെട്ടതായി അവൾ കരുതി മാറ്റി വെച്ചിരുന്ന അവളുടെ നിക്ഷേപത്തെയാണ് ആ എണ്ണ എന്നുള്ള അതെ അനുഭവത്തിൽ നമ്മൾ പഠിക്കുന്നത്. You see over here, it is one of the most precious treasure of her that she has considered this spikenard. എന്നാൽ അവളുടെ വീട്ടിലേക്ക് യേശു ലാസറിന്റെ ഉയർപ്പിന് ശേഷം കടന്നു വരുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. എന്റെ സഹോദരനെ വിടുവിപ്പാൻ കഴിയാത്ത എണ്ണ, അവൻ ഞാൻ വിലയേറിയതായി കണ്ട എണ്ണ, ഈ സുരക്ഷിതത്വമായ ഈ നിക്ഷേപം എന്റെ യേശുവിനേക്കാൾ വലുതല്ല. When her brother was brought back to life, when God came to her house, she understood that my Lord is more precious than everything gold. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് പകൽ ആത്മാവിന്റെ ആ വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Hallelujah. Let the presence of the Lord feel in your life and experience the love of God in your life. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ, Dear children of God, imagine about it. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. Let's think about it. കർത്താവ് അവിടെ വന്നപ്പോൾ പലപ്പോഴും വന്നിട്ടും ഈ സ്വച്ഛജടമാംസി തൈലത്തിലെ പാത്രത്തിലൊന്നും നോക്കാൻ പോലും തയ്യാറാകാത്ത ആ സഹോദരി, The lady Mary, she never looked even once on the spikenard perfume, which is very costly. Whenever the Lord came over there, എന്നാൽ അവൾക്കൊരു കാര്യം മനസ്സിലായി. she realized one thing. ഈ ലോകത്തിൽ എന്തെല്ലാം വിലപ്പെട്ടതെന്ന് കരുതിയാലും Whatever you may consider as precious in this world, അതെല്ലാം യേശുവിന്റെ സാന്നിധ്യത്തിനോളം വരികയില്ല. they are nothing to compare more than the presence. They cannot be compared to the presence of God. സാന്നിധ്യത്തിനോളം വരികയില്ല. The presence of the Lord is most precious. ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ നമ്മൾ എന്തെല്ലാമായെന്ന് പറഞ്ഞാലും എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിനോളം അതൊന്നും വരികയില്ല. Let me remind you, dear brothers and sisters, there is nothing precious than the presence of God. Nothing can come near to the Lord. Let's lift our hands and praise the Lord. Hallelujah. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കാം. I would like to conclude very fast. മറിയ എന്ത് ചെയ്തു? What did Mary do? ഈ എണ്ണ എടുത്തിട്ട് She took this spikenard. കർത്താവിന്റെ കാൽക്കലാണ് ഒഴിച്ചത്. She poured, anointed on the feet of Jesus. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? What is the meaning of it? Do you know? നമ്മൾ എത്ര വലുതായി കാണുന്നതും കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കാനുള്ളതേ ഉള്ളൂ. Whatever you consider precious in this world, that is only worthy to be put even below the feet of Jesus. നിന്റെ കഴിവാകട്ടെ, മിടുക്കാകട്ടെ, നിന്റെ വിദ്യാഭ്യാസമാകട്ടെ, ജോലിയാകട്ടെ, ഏത് സോഷ്യൽ സ്റ്റാറ്റസ് ആകട്ടെ, എന്ത് ഫാമിലി സ്റ്റാറ്റസ് ആകട്ടെ, ഇതെല്ലാം കർത്താവിന്റെ പാദപീഠം വരെ വരാനുള്ളതുള്ളൂ. അതിന് മുകളിലോട്ട് ഉയരാനുള്ളതൊന്നുമില്ല. Let it be anything, your qualification, your job, your wealth, whatever it may be, it's nothing to be worthy than the feet of Jesus. I mean, it should be below the feet of Jesus. ഇന്ന് പകലിന്റെ പ്രസംഗത്തിന്റെ വിഷയം ഇതാണ്. അതിനേക്കാൾ വലുതായി നീ യേശുവിനെ കാണണം. Today my subject for the message is that you should consider everything beyond you. Lord Jesus Christ should be beyond everything. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കിയ ക്രിസ്തുവിനേക്കാൾ വലുതായി ജീവിതത്തിൽ ഒന്നിനെ കാണരുത്. There should not be anything other than Lord Jesus Christ, who poured his precious blood for each one of us for our salvation. Hallelujah. Hallelujah. കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് Let's lift our hands and thank the Lord. Praise the Hallelujah. Lord.
Hallelujah. കർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ, കർത്താവിന്റെ പ്രവൃത്തിയുടെ മുൻപിൽ ആമേൻ അതിലും വലുതായി നമുക്കൊന്നുമില്ല. There is nothing beyond the works of the Lord and His love. ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലെങ്കിൽ ഒരു പാട്ടിന്റെ 4 വരി ഞാൻ പാടാം. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയരുണ്ട്. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയരുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലാം അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. നിത്യമ്മ സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നല്ല തിരഞ്ഞെടുത്തോരെന്നെ ശുദ്ധരോടൊത്തു വസിപ്പതി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോരെന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഹല്ലേലൂയ. Hallelujah. ഇനി ഞാൻ 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല. എന്നോട് 5:30 എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഞാൻ പറഞ്ഞു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അവനെ ആരാധിച്ചും അവനെ സ്നേഹിച്ചും അവനെ മാനിച്ചും നമുക്ക് വിലപ്പെട്ടതായി മറ്റൊന്നിനെയും കാണാതെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്ററേയും അവൻ സ്തോത്രം ഇതിൻ്റെ സകല അനുഭവങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു അബൻഡന്റ്ലി. Thank you, Pastor, for the blessed message. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു സന്ദേശം കർത്താവിൻ്റെ ദാസനിൽ കൂടി നമ്മോട് ഇടപെടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ സ്നേഹത്തെക്കാൾ അപ്പുറം വേറൊന്നുമില്ല. There is nothing more than the love of God.